സാറേ ഒരു എന്താണ് ഇപ്പൊ AI വന്നിക്കണ്, AI നമ്മളെ ജോലി പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പറഞ്ഞിട്ട് ഇതിന്റെ സ്കോപ്പ് കുറഞ്ഞിക്കണെന്നുള്ളത് ആരാ പറഞ്ഞു? അവന്റെ എന്റെ ചെങ്ങായി മോസിയാണ്. ഒരു ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ പറയുന്ന ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി നിങ്ങളത് കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്. ഏത് നിങ്ങൾ CA ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ സ്കോപ്പ് എന്താവും, അല്ലെങ്കിൽ AI എന്താവും. നിങ്ങൾ CA ആയോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ CA ആയി കഴിഞ്ഞിട്ട് എന്താവുക എന്നുള്ള അതിന്റെ സ്കോപ്പ് കുറവാണ്, അല്ലെങ്കിൽ AI ആണ് മറ്റേതാണ് മറിച്ച് ടെൻഷൻ അടിച്ചു കൊടുക്കുമ്പോൾ CA ആയി കഴിഞ്ഞിട്ട് AI നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്ന ഡേഞ്ചർ ആലേക്ക് AI നിങ്ങൾ ഓൾറെഡി ഇപ്പോഴത്തെ സ്റ്റേജ് നിങ്ങൾ ഓൾറെഡി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ്. ഐ മീൻ വാട്ട് ആർ യു നൗ? യു ആർ നത്തിങ് നൗ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു ബി സംതിങ് ഫസ്റ്റ്. ഇനി ഓക്കെ സി യു സിൻസിയർലി ഫീൽ ലൈക്ക് ഞാൻ പറഞ്ഞ നിങ്ങൾ ആ വൈ എന്നുള്ള പേർപ്പസിന് വീക്കൻ ചെയ്യണ എന്തെങ്കിലും എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. ഇഫ് യു സിൻസിയർലി ഫീൽ ഇതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ സാധനമുണ്ട്, ഞാൻ CA ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊന്നും എഫേർട്ട് ഇടാതെ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, വാട്ട് എവർ മേ ബി ദി കേസ്, അങ്ങനെ ഒരു ക്ലാരിറ്റി ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓവർ ഹിയർ. അതൊന്നുമില്ലാതെ യു ഹാവ് നോ ചോയ്സ്, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഓരോ റീസൺസ് എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ഹാവ് ഓൾറെഡി ബീൻ റീപ്ലേസ്ഡ് ബൈ AI. യു ആർ നത്തിങ് നൗ. സോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് രാത്രി ആകുമ്പോൾ റിഗ്രറ്റ് ഉള്ളൂ, ഇന്ന് രാവിലെ ഒന്നും പഠിച്ചില്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈമിന് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഞാൻ കളഞ്ഞു എന്നുള്ളത്. ബിക്കോസ് വാട്ട് എവർ ഫ്യൂ ഇൻസിഡൻസ് ഐ സെഡ് ഓവർ ഹിയർ, ബിസൈഡ്സ് ദാറ്റ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ വർഷവും പല ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യണ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 50+, 55+ ഉള്ള ആൾക്കാർ, ദേ കോൾ മീ, ദേ ആസ്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ പ്രൊസീജിയർ എന്താ, ഇത് പണ്ട് ചെയ്തിരുന്നു പിന്നെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ ദേ അവർക്ക് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അവർ ജോബ് സെക്ടറിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വാല്യൂ. അതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ഫാമിലി ആയി റെസ്പോൺസിബിലിറ്റി എല്ലാം അഗെയിൻ ഒരു പക്ഷേ ജോബിൽ നിന്ന് മാറി നിന്നിട്ട് തന്നെ വീണ്ടും ഈ സ്റ്റഡീസിൽ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. ഫുൾ ഇത് ക്ലിയർ ചെയ്യാത്ത കുറേ പൊട്ടന്മാർ എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടാണ്. നോ ഓഫൻസ്, ഓക്കെ. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് യു ടു റിഗ്രറ്റ് ഇൻ യുവർ ലൈഫ്. പഠിക്കാനുള്ള ടൈം പഠിക്കുക.